2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് UDF, വലിയ മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. LDFിലുള്ള ചില ഘടകകക്ഷികളെ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനെ ഇപ്പുറത്തേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ യുവനിരയെ മുന്നിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണല്ലോ ഷാഫി പറമ്പിലിനെയും PC വിഷ്ണുനാഥിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിലെ ഈ കടൽക്കിഴവന്മാരെ എല്ലാം അകറ്റി നിർത്തിക്കൊണ്ട്, എന്നാലും ഒരു നേതൃനിരയായിട്ട് മുതിർന്നവരൊക്കെ ഉണ്ടാകും. ഇപ്പോൾ സുധാകരനെ പോലെയുള്ളവരെ അകറ്റി നിർത്തി, അനാരോഗ്യം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിലും അനാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ 2026 ഇടിച്ചു കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാരണം 26 അധികാരത്തിൽ വരുമെന്നുള്ള അമിത പ്രതീക്ഷ. അപ്പോൾ ഇടിച്ചു കയറിയാൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ്സിലെ ചില മുതിർന്നവരെ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിലരെയൊക്കെ തന്നെ 2019 മുതൽ പാർലമെൻറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് ഇവിടെ നിന്ന് വലിയ വിജയമുണ്ടായെങ്കിലും ദേശീയ തലത്തിൽ കോൺഗ്രസ് താഴേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനൊന്നും കോൺഗ്രസിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. രാജ്യം ഭരിക്കാനായിട്ട് രാഹുൽ ഗാന്ധി നല്ല കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മുൻപ് പോയിട്ടുള്ള കോൺഗ്രസ് MPമാർക്കൊക്കെ തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാനാണ് മോഹം. നമുക്കറിയാം 19 കുഞ്ഞാലിക്കുട്ടി MP ആയിട്ട് മത്സരിച്ച് പോയതാണ്. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവെന്നുള്ള പേരെടുത്തുകൊണ്ട് 2019 രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനവും ഒപ്പിക്കാം എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ പോയ അതേ സ്പീഡിൽ അതേ വണ്ടിയിൽ തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് തിരികെ വരേണ്ടി വന്നു. അതോടുകൂടി കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കി, ഇനി ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ല, ഇനി BJPയുടെ ഭരണം തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക എന്നുള്ള യഥാർത്ഥ സത്യം കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നീട് കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ വന്നത്. ഇനിയിപ്പോൾ 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും പ്രതീക്ഷിക്കുന്നു. അവർ മുഖ്യമന്ത്രി സ്ഥാനവും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ അതിന് ഏതായാലും വഴങ്ങില്ലല്ലോ. അതുകൊണ്ടൊരു ഉപമുഖ്യമന്ത്രി എന്തായാലും 2026 കേരളത്തിലുണ്ടാകും. അത് കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിരിക്കും. കോൺഗ്രസിൽ നിന്ന് ഇവിടെ പോയിട്ടുള്ള നമുക്കറിയാം, 2019 അടൂർ പ്രകാശിനെ കോന്നി MLA സ്ഥാനത്ത് നിന്നാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്. അടൂർ പ്രകാശിന് കോന്നി മണ്ഡലം വിട്ടിട്ട് പോരാൻ യാതൊരു താല്പര്യവുമില്ല. കോന്നിയെ ഇന്ന് കാണുന്ന കോന്നിയാക്കി മാറ്റിയതിൻ്റെ പ്രധാന ഉത്തരവാദി അടൂർ പ്രകാശ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് പറ്റി, പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് അങ്ങ് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ അടൂർ പ്രകാശിനെയൊക്കെ പലരും തെറ്റിദ്ധരിപ്പിച്ചു. 2019 രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും, അപ്പോൾ കേന്ദ്രത്തിലൊരു സ്ഥാനം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ അടൂർ പ്രകാശിന് കാര്യം മനസ്സിലായി. 2024 ആറ്റിങ്ങലിൽ നിന്ന് തന്നെ മത്സരിപ്പിച്ചു. അടൂർ പ്രകാശ് കുറേ തവണ ഒന്ന് തോൽക്കാൻ തന്നെ ഒന്ന് തീർച്ചപ്പെടുത്തി. പക്ഷെ ജനം ഒട്ട് വിടുന്നില്ല. അടൂർ പ്രകാശിനെ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് അവർ വീണ്ടും പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുകയാണ്. പക്ഷേ അടൂർ പ്രകാശ് ഇപ്പോൾ UDFിൻ്റെ കൺവീനർ കൂടിയാണ്. അടൂർ പ്രകാശിനെ തിരികെ കൊണ്ടുവന്ന് കോന്നിയിൽ നിർത്തിയാൽ കോന്നി മണ്ഡലം ഇവർക്ക് തിരികെ പിടിക്കാൻ കഴിയും. കോന്നി മണ്ഡലത്തിന് വേണ്ടി മറ്റു പലരും കോൺഗ്രസിൽ നിൽപ്പുണ്ട്. പക്ഷേ അടൂർ പ്രകാശിന് വേറൊരു ഫേസാണ്. അങ്ങനെ കോന്നി തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് ഒരു മന്ത്രിയാകും എന്നുള്ളതിൽ ഉറപ്പായ കാര്യമാണ്. അദ്ദേഹം മുമ്പ് റവന്യൂ മന്ത്രിയായി ഇരുന്ന് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ഹൈബി ഈഡൻ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെ MP-യാണ്. ലത്തിൻ കത്തോലിക്ക വിഭാഗമാണ്. ഒരുപക്ഷെ ആ വിഭാഗക്കാർ തങ്ങൾക്ക് മന്ത്രിയെ വേണമെന്നുള്ളത് കൊണ്ട് ഹൈബി ഈഡനെ പിൻവലിച്ചുകൊണ്ട് ഇവിടെ എറണാകുളത്ത് മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മന്ത്രി പദവിയിലേക്ക് വരാൻ സാധ്യത ഉണ്ട് യുവനിരയിൽ നിന്നുള്ളതാണ്.
അതുപോലെ പാലക്കാട് എം പിയായ VK ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി 2 വട്ടം തുടർച്ചയായി CPM-നെ പരാജയപ്പെടുത്തിയ MP കൂടിയാണ് VK ശ്രീകണ്ഠൻ. VK ശ്രീകണ്ഠനെയും പാർലമെൻറ്റിൽ നിന്ന് നിയമസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ഷാഫി പറമ്പിലിനെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വടകരയിലേക്ക് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ വടകരയിൽ നിന്ന് വീണ്ടും പാലക്കാട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഷാഫി ഒരു സെലിബ്രിറ്റിയുടെ പരിവേഷം കൂടിയുണ്ട്. യുവാക്കളുടെ ഇടയിൽ ഒരു പുതിയ ഹരമാണ്. പുതിയ നേതൃനിരയിൽ വരുന്ന ആളാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയുടെ സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ പഠിച്ച ആളാണ് ഷാഫി. ഒരു യുവാക്കളുടെ ഇടയിൽ ഒരു വലിയൊരു ആവേശം സൃഷ്ടിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ഷാഫി പറമ്പിലിനുള്ളവർക്ക് പോലും ഒരു മന്ത്രിസ്ഥാനവും കൊടുക്കാവുന്നതാണ്. PC വിഷ്ണുനാഥ് ഉണ്ട്. അതുകൂടാതെ വിഷ്ണുനാഥിൻ്റെ മണ്ഡലം കുണ്ടറയാണ്. വിഷ്ണുനാഥിനെ ഒരുപക്ഷെ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ കൊല്ലത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം കൊല്ലത്ത് ഇപ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം മുകേഷ് MLA വൻ പരാജയമാണ്. 2021 തന്നെ ബിന്ദു കൃഷ്ണയെ അവിടെ ജയിക്കേണ്ടതാണ്. കോൺഗ്രസ്സിൽ തമ്മിലടി കാരണം മുകേഷ് വീണ്ടും ജയിച്ചു പോയി. ഇനി അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് വളരെ കരുതലോടുകൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും പേര് കോൺഗ്രസിൽ നിന്ന്, അതുപോലെ തന്നെ കൊല്ലം MP ആയിട്ടുള്ള പ്രേമചന്ദ്രനെയും കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 26-ൽ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ച ഒരു മന്ത്രിയെ കൂടി കിട്ടുമെന്നുള്ളതാണ്. അദ്ദേഹം 2006-ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. അന്ന് ഇടതുപക്ഷത്തായിരുന്നല്ലോ. 2014 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് NK പ്രേമചന്ദ്രൻ AKI സെൻറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. കൊല്ലം പിടിച്ചു വാങ്ങാനായിട്ട് പിണറായി വിജയൻ ഇറങ്ങിയതോടുകൂടിയാണ്. പിന്നീട് കൊല്ലത്തൊരു പടക്കുതിരയെ പോലുള്ള ഒരു കയറ്റമായിരുന്നു. യഥാർത്ഥത്തിൽ പ്രേമചന്ദ്രനെ പാർലമെൻറ്റിൽ നിന്ന് പിടിച്ചു ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. കാരണം കേരളത്തിൻ്റെതായ ആവശ്യങ്ങൾ പലപ്പോഴും പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നതിന് ഇവിടെ നിന്ന് പോയിട്ടുള്ള സമർത്ഥനായ ഒരു MP ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രേമചന്ദ്രൻ തന്നെയാണ്. പ്രേമചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കേൾക്കാൻ, അതിനുവേണ്ടി കാത് കൂർപ്പിക്കാൻ പ്രധാനമന്ത്രി അടക്കം അവിടെ ഉണ്ട്. അത് വേണ്ടത്ര പരിഗണനയും കിട്ടുമെന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക വാത്സല്യം തന്നെ പ്രേമചന്ദ്രനോട് ഉണ്ടെന്നുള്ളതാണ്. പ്രേമചന്ദ്രനെ ഒരിക്കൽ നേരിട്ട് വിളിച്ചതല്ലേ, എന്നിട്ട് രണ്ടുപേരും കൂടി പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ പോയിരുന്ന് ചായയും കുടിച്ച് വർത്തമാനവും പറഞ്ഞിരുന്നത് അവരാണ്. അപ്പോൾ അങ്ങനെ അടുപ്പം സ്ഥാപിച്ചിട്ടുള്ള ആളാണ് പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനെ കൊണ്ടുവന്ന് ചവറയിൽ നിർത്തുക എന്നുള്ളതാണ് അവർ UDF-നകത്തെ ഒരു നീക്കം. പക്ഷെ ചവറയിലെ ഷിബു ബേബി ജോണും മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവിടെ CPM-ലെ ഡോക്ടർ സുജിത് വിജയൻപിള്ളയാണ്. അപ്പോൾ ഷിബു ബേബി ജോൺ ജയിച്ചാലും ഒരു മന്ത്രിയാകാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഘടകകക്ഷികളുടെ എണ്ണം UDF-നകത്ത് കൂടി വരുന്നുണ്ട്. എല്ലാവർക്കും സീറ്റ് കൊടുക്കണം, എല്ലാവർക്കും ഘടകകക്ഷികൾക്കൊക്കെ തന്നെ വീതിച്ചാലും മന്ത്രിസ്ഥാനത്തിലേക്കും ഒക്കെ പോകണം. ഇതൊക്കെ കൂടുതൽ ക്രൈസിസ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ പ്രേമചന്ദ്രനെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് RSPയിലും വലിയ പ്രശ്നം സൃഷ്ടിക്കാനിടയാകും. എന്തായാലും അടൂർ പ്രകാശും ഷാഫി പറമ്പിലും ഒക്കെ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ അനിവാര്യമാണ്.